അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് വരുന്നത്. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് കുക്കിംഗ് ഒക്കെ ആവാം അല്ലേ. ആരെവിടെ ഉള്ളത്? അരീക്കോട്ടിലാണുള്ളത്. ഓക്ക് വെല്ലുപ്പനെയും കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ഞാൻ വന്ന പാടന്നെ റൂമൊക്കെ ഇങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ. ഇനി ഒന്ന് താഴെ ഒന്ന് പോയിട്ട് ഇവളൊന്ന് താഴത്താക്കിയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ എടുക്കാൻ. അപ്പം ഇന്ന് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാമഗ്രികൾ വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം എനിക്ക് ആവശ്യമായ സാമഗ്രികൾ എടുത്തിട്ട് വേണം പോവാൻ. യെസ്, എന്തെടുത്തിട്ടില്ലെങ്കിലും ഞാനിപ്പോൾ ഇതെടുക്കട്ടോ. ദിസ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ mommies. Okay, you know what is this? This is Pampers. ഒന്നൊന്ന് പോരെ, 2-3 വേണം. ഞാൻ ഇവിടെ അടുത്തേക്കാണ്ട് ഒന്നെടുക്കണുള്ളൂ, പണിയൊന്നും തരില്ലായിരിക്കും. അപ്പം ലെറ്റ്സ് ഗോ. ഈ യാരന്റെ ഫോട്ടോ ആണ് പണ്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. എന്താ രസം, യാര ഉറങ്ങണ ഒരു ഫോട്ടോ കേട്ടോ. ഭയങ്കര ഡ്രീമി തീമിൽ സെറ്റ് ചെയ്ത ന്യൂ ബോൺ ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പം നമുക്ക് പോകാം. ഇനി വേറെ ഒന്നുമില്ല, ലെറ്റ്സ് ഗോ. നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. നമ്മളുടെ വീട്ടിൽ 4x4 ഒക്കെ ഉണ്ട് അല്ലേ. നമ്മളെ വീട്ടിൽ ജീപ്പൊക്കെ ഉണ്ട് അല്ലേ. ഞങ്ങളൊരു പുഡിങ്ങിനുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീപ്പിലൊക്കെ പോകുന്നത്. എന്താ ചെയ്യാ, നമ്മളെ വീട്ടില് ബൈക്കില്ല, ബൈക്കുള്ളതൊക്കെ അവിടെ ഇവിടെയാണ്. അപ്പം ജീപ്പില് ഒരു 100 രൂപയുടെ സാധനം വാങ്ങാൻ ഒരു 300 രൂപയുടെ പെട്രോൾ അടിച്ച് പോകണം. പിന്നെ ഇലക്ട്രോണിക്സ് കൂടി ആയതുകൊണ്ട് ഇപ്പൊ സോറി ഗൈസ്, നമ്മുടെ ജീപ്പ് ഡീസലാണ്. അപ്പൊ ഒരു 10-12 മൈലേജൊക്കെ കിട്ടുമായിരിക്കും. ഇതിന് ഡീസൽ യൂസ് ചെയ്തിട്ടില്ല. ഡീസൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ കുഴപ്പമില്ല, ഇതിന് മൈലേജ് ഉണ്ട്. ഇതൊക്കെ നമ്മളെ നാട്ടിലെ ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് ഇവിടെ കൊറേ കാലം ഞങ്ങളൊന്നും ഞാൻ കുറച്ച് കളിച്ചത് നമ്മളെ വീട്ടിലെ മനുവോ ഇക്കാക്കമാരുകളൊക്കെ കളിച്ച സ്ഥലമാണ്. പിന്നെ ഇവിടെ കുറെ സംഭവങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ ഉണ്ട് ഈ ഒരു ഉപ്പിലിട്ട പീടിക ഉണ്ട്. ഇത് കുറെ കാലങ്ങളായിട്ടുള്ള. വല്യാമ്മന്റെ അടുത്ത് കുറെ ഉപ്പിലിട്ട വാങ്ങിയ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. വളരെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പ്ലേസ് ആണ്. ബിസ്ക്കറ്റിന്റെ സെക്ഷനിൽ വന്നിട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ആരെവിടെ നിന്നല്ലോ പിന്നെ എന്തെടുക്കണത്, അതൊന്നും എടുക്കല്ലേ. അപ്പം ആവശ്യമായ സാമഗ്രികൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ വളഞ്ഞാണ്ട് എന്താ കാട്ടുന്നത് മോളെ? ചൈന ഗ്രാസ് ലിക്വിഡാ, ജലാറ്റിന. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയത് കണ്ടൻസ് മിൽക്കും അതൊന്നും അല്ല. അവിടെ കൊണ്ടുപോയി വെച്ചാൽ കേട്ടോ. എനിക്ക് അറിയാത്ത പോലെ ചോദിക്കണ്ട, അവിടെ വെച്ചാൽ കേട്ടോ. ഇതെന്തോ അനു വേറെ മുട്ടായി തരാം അമ്മ. ഇത് വേണ്ട, അത് വെച്ചോ. പുതിയ മുട്ടായി വേറെ വാങ്ങിത്തരാം. ഇത് രസമില്ലാത്ത വേറെ അടിപൊളി മുട്ടായി വാങ്ങിത്തരാം. അവിടെ കൊണ്ടുവെക്കും. വേറെ എടുത്തരാം. മുട്ടായി സെക്ഷനിൽ പോവാം, അവിടെ വെച്ചാൽ. ഏകദേശം സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ.
ഇനി വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? കിച്ചണിലേക്ക് വന്ന് നോക്കിയപ്പോ ഇവിടെ ഒരു പുതിയ അതിഥി. ഇതൊക്കെ ഏതാ വൈബ്? ഞാൻ ഓരോന്ന് കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. ഓ ഒരു സ്ട്രെച്ച് ചെയ്യാ. എന്താ ഇവിടെ? ഇവിടെ ഒന്നുമില്ല, ഇറച്ചി മീനൊന്നുമില്ല. പൊയ്ക്കോ പൊയ്ക്കോ പൊക്കോ പൊക്കോ ലേരാ പൊക്കോ പറഞ്ഞു. ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോ പൊയ്ക്കോ. ദേശം മുപ്പിച്ചാന് ഞാനുണ്ട്. സുന്ദരിപ്പൂച്ച ഉണ്ട്. സുന്ദരിപ്പൂച്ച 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 സുന്ദരി. നല്ലൊരു നാടൻ പൂച്ച. ഇവിടെ പ്രസവിച്ചാന്ന് തോന്നുന്നു. ഫുൾ ടൈം 30 ഇതിൻ്റെ ഉള്ളിലാ. നമ്മളെ വീട്ടിലുണ്ടായ റംബുട്ടാന് വേറെ ഉണ്ട്. ഇത് ഫുലാസാൻ. എന്താ കുലാനല്ല, ഫുലാസാൻ. നമുക്ക് ഫുലാസാൻ എടുത്തിട്ട് ഈ ആരൊക്കെ കൊടുക്കാതാ. വേറെ ചെറിയൊരു പീസ് ഇതാ. കൊള്ളാവോ? അപ്പൊ നമ്മളിതാ ഇനി ഇതാ കരിക്കിന്റെ മലായി എടുക്കാൻ വേണ്ടി പോകണ്ടോ. ഉണ്ടാക്കാൻ പോണത് എന്താ രസം. താൻ എന്താണോ കൈയുടെ സൊറാക്കല്ലേട്ടോ. എന്നോടാ പറഞ്ഞത് സൊറാക്കല്ലേ. ഞാൻ ഇളനീർ പുഡിങ് ഉണ്ടാക്കാൻ ഇനി വിചാരിച്ചിന്. പക്ഷെ ഇളനീരിന്റെ ഉള്ളിൽ ഒന്നും കാമ്പില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഇളനീരിന്റെ വെള്ളമാണ് കൂടുതൽ കിട്ടിയത്. അപ്പൊ ഇളനീർ ക്ലിയർ പുഡിങ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാന്? ഞാൻ 3-4 സംഭവം പൊട്ടിച്ചു നോക്കി. ഒക്കെ കാമ്പില്ലാതെ വെള്ളം മാത്രമുള്ള ഇളനീരാണ് കേട്ടോ കിട്ടിയത്. അപ്പൊ സീനായി. നമ്മൾ ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ഇളനീർ ക്ലിയർ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷ്രെഡ് ചെയ്തിട്ട് കൊടുക്കാനാണ് ഇപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. ഈ പൂച്ച ഉണ്ടല്ലോ, എന്താണ് ആട്ടി വിട്ടിട്ടും ഇങ്ങോട്ട് തന്നെ കയറി വന്ന് മൂപ്പരൊരു വൈബ്. എന്താ വെച്ചാല് നമ്മള് താഴെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഞാൻ കേട്ടോ എന്റെ ബാക്കിൽ ഇങ്ങനെ ഫോളോ ചെയ്യാണ്. അപ്പൊ അറിയാണ്ട് ചവിട്ടി പോയാലേ അതിൻ്റെ അടുത്ത് മാന്തിട്ടൂലേ. അതൊക്കെ ഞാൻ ഇങ്ങോട്ടാ പോണ്. അവിടേക്ക് ഇങ്ങനെ വരിക. നമ്മളിതാ ചൈന ഗ്ലാസ് ഇട്ടെടുത്താണ് കേട്ടോ. ഇതിൽ നമ്മൾ ഇളനീർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്ലാസ് ആണിത്. നെക്സ്റ്റത്തെ പാത്രത്തിൽ നമ്മളെ ഇളനീർ കേട്ടോ. ഇളനീർ ഇത്രയുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും ഒപ്പമാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് ചൂടോടെ വേണം ഇത് രണ്ടും മിക്സ് ചെയ്യാൻ. മമ്മി ഇവിടെ നല്ല എന്താണ് ചിക്കൻ സ്റ്റൂവോ മറ്റേ വൈറ്റ് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അരിയൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പൊളിക്കൂട്ടോ. ഇവനെ കൊണ്ടിട്ടുണ്ട് ഒരൊറ്റ അടിയുടെ കുത്തുണ്ടല്ലോ. നമ്മൾ ഈ പൂച്ച സാറിനെ കുറച്ച് നെയ്ച്ചോറും അതുപോലെ ചെറുപ്പയറും കൊടുക്കാം കേട്ടോ. എനിക്കുള്ളതാണേ. അപ്പൊ 2 ഇളനീർ വെള്ളവും ചൈന ഗ്രാസും നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒപ്പമാണ് വെക്കേണ്ടത്. അത് വെച്ചാൽ അത് ചൂടോടെ വേണം നമ്മൾ സെർവ് ചെയ്യാൻ കേട്ടോ. അപ്പൊ നമുക്ക് ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പൊ ഇതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാര ഇടണം. മാറിയിട്ട് ആരും ഉപ്പിടാൻ നിൽക്കണ്ട. ഞാൻ ചില സമയത്ത് പഞ്ചസാര ഉപ്പ് എനിക്ക് മാറിപ്പോഴുണ്ട്. എന്താ ചെയ്യാ. പിന്നെ ഇതിൽ കുറച്ച് പഞ്ചസാര അധികം വേണം. കാരണം എന്താ വെച്ചാലേ തണുത്ത പഞ്ചസാര അങ്ങോട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടൂല. അതിനാണ് കുറച്ച് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാനിതാ ഇങ്ങനെതാ ഇത് നമ്മൾ ഇനി നല്ലോണം ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ കരിക്കിൽ ചെറിയൊരു പഞ്ചസാര ഉണ്ടാവും, പക്ഷെ ആ പഞ്ചസാര പോരാ. അപ്പൊ നമ്മളെ ഐറ്റം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതാ ഈ ചൈന ഗ്ലാസ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ആക്കാം. അപ്പൊ ഈ ഒരു ചൂടോടെ വേണം ഇളനീർ വെള്ളത്തിലേക്ക് ഈ ചൈന ഗ്ലാസിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇപ്പൊ ഒരു അരിപ്പെടുത്താണ്. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് ചണ്ടികൾ ഉണ്ടാവും ഈ ചൈന ഗ്ലാസ്സിൽ. അതിനാണ് അരിക്കണം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്തിട്ട് ഒഴിവാക്കുക. അരിച്ചങ്ങോട്ട് ഈ അലിയാത്ത ഈ ചണ്ടികളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക കേട്ടോ. ഓക്കെ, ഇത് സെറ്റ്. ഇതൊരു 3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ സെറ്റിംഗ് ട്രേയിലേക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ ഇതിന്ന് ചൂടാറിയ ശേഷം അതിലേക്ക് ഒഴിച്ചാൽ ഇതിൽ അങ്ങോട്ട് സെറ്റായി പോകും. ഞാൻ ഈ മിക്സ് 2 പാത്രത്തിലേക്കായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്താലേ സാധനം പിന്നെ കട്ടിയായി പോട്ടോ.
അപ്പോൾ ആദ്യത്തെ പാത്രം, രണ്ടാമത്തെ പാത്രം കേട്ടോ. ചൂടോടെ സർവ്. ഇത് ഇനിയിപ്പോൾ ഇവിടെ തന്നെ വെച്ചാൽ ഇത് കട്ടിയാവും. അത് കഴിഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റിയാൽ മതി. ഓക്കെ, അപ്പം നമ്മളുടെ ഇളനീർ ക്ലിയർ പുഡിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു അതിപ്രഗത്ഭമായ ഒരു ചാട്ടം ഷോട്ട് കാണിച്ചു തരാം. നിന്റെ വീട്ടിലൊരു സൽക്കാരം നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇങ്ങനത്തെ പരിപാടികൾ വരുമ്പോഴാണ് ഞാൻ വ്ളോഗ് എടുക്കല്. എന്താ വെച്ചാൽ കുറെ വിഭവങ്ങളൊക്കെ കാണിക്കാമല്ലോ. അപ്പൊ ഇവിടെ ഇപ്പൊ ഇന്ന് എനിക്കിപ്പോ പണി ഇവിടെ ഇതാ ഈ പ്ലേറ്റ് ഒക്കെ തുടച്ചിട്ട് മിനിക്ക് എടുത്ത് വെക്കണ പണിയാണ്. ഇത് ഇത്രയും ഞാൻ തുടച്ച് കഴിഞ്ഞതാ, ഇത്രയും ഞാൻ തുടച്ച് കഴിഞ്ഞ് ഇനി ഇതാ ഇത്രയും തുടക്കാനുണ്ട്. എന്താ ചെയ്യാ, ഇപ്പൊ ഞാൻ ഈ പാത്രങ്ങളൊക്കെ മിനിക്ക് എടുക്കട്ടെ. ഈ പൂച്ച ഉണ്ടല്ലോ ഇനിയും കൊണ്ടേ പോളും. മിയാ സൊറാക്കല്ലേട്ടോ ഈ ഇതന്നെയാണ് പണി. നമ്മൾ വാതിൽ കൂട്ടിയിട്ടാൽ ഇതാ ഈ ഗ്രില്ലിൻ്റെ ഉള്ളിലൂടെ നുഴഞ്ഞു വന്നിട്ട് ചാടി കയറും. ഇവനൊരു ആൺപൂച്ചാണ്. മതിൽ ചാടാൻ ഇവൻ മെടുക്കനാ. കളിക്കണേണ്ട, സൊറാണ്, ഫുള്ള് സൊറ. കളി 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 കളി. ഏയ് 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 ഹേയ് ഹേയ് നമ്മുടെ ഫുഡൊക്കെ ഇതാ ഇവിടെ റെഡിയാണ്. മന്തി ഉണ്ട്, ബ്രോസ്റ്റഡ് ഉണ്ട്, നമ്മുടെ ചിക്കൻ സ്റ്റൂ ഉണ്ട്, വെള്ളപ്പുണ്ട്, നാനുണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല അടിപൊളിയാണ്. അതുകൂടാതെ ഇവിടെ നല്ല കിടിലൻ ഡെസേർട്ട് സെക്ഷൻ ഉണ്ട് കേട്ടോ. നല്ലൊരു സേമിയം വെച്ച ഡെസേർട്ട് ഉണ്ട്. അതുകൂടാതെ ഇളനീർ ഡെസേർട്ട് ഉണ്ട് കേട്ടോ. ഡെസേർട്ടൊക്കെ പിന്നെ ഞാനല്ലേ ഉണ്ടാക്കി. ആരാ ഡെസേർട്ട് എങ്ങനെ ഉണ്ട്? സൂപ്പർ അല്ലേ? ടേസ്റ്റാ? സൂപ്പറാ? നമ്മളവിടെ തുറക്കാൻ തിരക്കിലാണ് കേട്ടോ. കുഴപ്പമില്ല, നൈസായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഐ എം ലിറ്ററലി സ്റ്റാർവിങ്. ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. അടിപൊളി അടിപൊളി കേട്ടോ. ഉമ്മന്റെ ബീഫ് ഇപ്പോഴാണ് ഒന്ന് സെറ്റ് ആയത്. കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് കാൽവേദന ഉണ്ടായിന്. കുറേ നേരമായില്ല നിൽക്കണത്. അപ്പോൾ എല്ലാവരും വന്നു. എൻ്റെ ഇക്കാക്കൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ആൾക്കാരൊക്കെ വന്നത്. അപ്പോൾ അവിടെ ഇക്കാക്കൻ്റെ വീട്ടിൽ ഒരു ന്യൂലി മാരീഡ് കപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരേ സൽക്കാരായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ ഓലൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് പോയി. നമ്മളെല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് ഞാനും ഉമ്മയും മനു ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാൻ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീനാക്കി വാതിലൊക്കെ പൂട്ടി വന്നതാണ്. യാരനെ ഡോക്ടർ മാമൻ്റെ കൂടെ ഏൽപ്പിച്ചിന്. ഓനെ ഒരു പോളെ കണ്ണടക്കാൻ ഓള് സമ്മതിക്കണില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു കിടില് വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴേലും കാണാം. അപ്പം ബൈ ഗായ്സ്.